നമ്മൾ ഇന്നലെ 47-ാമത്തെ ശ്ലോകം, അത് കർമ്മണ്യേവ അധികാരസ്ഥ എന്നുള്ള ആ ശ്ലോകം 47-ാമത്തെ. നമ്മളത് ഒന്ന് കുറച്ചും കൂടെ നമുക്കത് മൊത്തം പറയാനുണ്ട്. ഇത് കുറച്ചും കൂടെ പറയണം അതിനെക്കുറിച്ച്. ഇപ്പൊ ഇതിന് ഉള്ളിൽ വേറൊരു ബുക്കിൽ നിന്ന് ഈ ഭഗവത്ഗീത ബാലകൃഷ്ണ നായർ സാറിന്റെ ഒരു വ്യാഖ്യാന ബുക്കുണ്ട്. അതിനകത്ത് മഞ്ജു വായിക്കാവോ ആ ബുക്കിനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ? വായിക്കാം. പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാറിന്റെ ശിവാരവിന്ദം ശ്രീമദ് ഭഗവത്ഗീത ശിവാരവിന്ദ മഹാഭാഷ്യത്തിൽ നിന്ന് അതിനകത്ത് ഈ ശ്ലോകത്തിന്റെ പറയുന്നത് 4 കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞേക്കുന്നത്. കർമ്മണ്യേ വാധികാരസ്തേ എന്ന് പറഞ്ഞാൽ നിനക്ക് കർമ്മത്തിൽ മാത്രമേ അധികാരമുള്ളൂ. അതാണ് കർമ്മണ്യേ വാധികാരസ്തേ. മാ ഫലേഷു കഥാചന, കർമ്മഫലങ്ങളിൽ അധികാരമുണ്ടെന്ന് കരുതരുത്. പിന്നെ മാ കർമ്മഫലഹേതുർ മാ കർമ്മഫലഹേതുർഭു എന്ന് പറഞ്ഞാൽ കർമ്മഫലത്തിന് ഹേതുവായി തീരരുത്. പിന്നെ അടുത്തത് മാ തേ സംഘോസ്തു കർമ്മണി, കർമ്മം ചെയ്യാതിരിക്കുക എന്ന അലസതയിൽ നീ സംഘബദ്ധനായി തീരുകയും അരുത്. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ നിന്ന് സാറ് പറഞ്ഞേക്കുന്ന വിശദീകരിക്കുന്നുണ്ട്. കർമ്മണ്യവാധികാര എന്ന് പറയുന്നത് അഭ്യസിച്ചുറപ്പിച്ച കർമ്മവാസനകളുമായി ജീവിതരംഗത്ത് എത്തിച്ചേരുന്ന ഒരു ലൗകികന് തന്റെ കർമ്മമാർഗത്തെ സത്യോന്മുഖമാക്കി ജീവിതം ധന്യമാക്കാനുള്ള 4 പ്രധാന കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഇതിലെ അധികാര പദത്തിന് അർഹത എന്നാണ് അർത്ഥം. അർജുനനെ പോലെ കർമ്മവാസനകൾ സത്യാസത്യ വിചാരം കൊണ്ട് പാകപ്പെട്ടിട്ടില്ലാത്ത ഒരാൾ ഒരിക്കലും ലൗകിക മാർഗം ഉപേക്ഷിക്കാൻ അർഹനല്ല. അതായത് അയാൾ ജ്ഞാനനിഷ്ഠയ്ക്ക് പ്രാധാന്യമുള്ള സന്യാസം സ്വീകരിക്കാൻ പാടില്ലെന്നർത്ഥം. ഇനി ബാഹ്യമായി സന്യാസം സ്വീകരിച്ചാൽ പോലും പ്രാധാന്യേന അയാൾ ലൗകിക കർമ്മ മാർഗത്തിൽ തന്നെയായിരിക്കും വർത്തിക്കുക. കർമ്മവാസനകളുടെ ബലം നിമിത്തം അയാൾക്ക് അതിനെ അർഹതയുണ്ടാകും. അലംഘനീയമായ ഈ ജീവിത നിയമം ലംഘിച്ചു നിയമങ്ങൾക്കൊന്നും വഴങ്ങാതെ അനേകം പേർ സന്യാസാശ്രമം സ്വീകരിക്കാനിടയായതാണ് ഭാരതത്തിനും വേദാന്ത ശാസ്ത്രത്തിനും ഒരു വലിയ ശാപമായി ഭവിച്ചത്. സന്യാസത്തിന്റെ ബാഹ്യ ചിഹ്നങ്ങളും ധരിച്ചു ലൗകികന്മാരെക്കാൾ ക്രോധ ലോഭങ്ങൾക്ക് വശംവദരായി അനേകം പേർ അലസ ജീവിതം നയിക്കാനിടയായാൽ ഏതു രാഷ്ട്രത്തിനാണ് പതനം സംഭവിക്കാത്തത്? ഏതായാലും ഇത് സന്യാസാശ്രമത്തിന്റെയോ വേദാന്ത ശാസ്ത്രത്തിന്റെയോ ദോഷമല്ലെന്ന് ഓർത്തിരിക്കേണ്ടതാണ്. സന്യാസി ലോക സംഗ്രഹത്തിനായി കർമ്മമാർഗം അവലംബിക്കുന്നത് അത്യന്തം നന്ന്. പക്ഷേ ഒരു കർമ്മബദ്ധൻ പൊടുന്നനെ സന്യാസം സ്വീകരിക്കുന്നത് അത്യന്തം ദോഷം. ഇതാണ് നിയമം. അപ്പം അതാണ് കർമ്മണ്യവാധികാര എന്ന് പറഞ്ഞാൽ നിനക്ക് കർമ്മത്തിൽ മാത്രമേ അധികാരമുള്ളൂ. അത് നമുക്ക് ഏത് കർമ്മമാണോ വിധിച്ചിരിക്കുന്നത് ആ കർമ്മം ചെയ്യാനാണ് നമ്മളുടെ അധികാരം. അതിനകത്ത് മാത്രമേ നമുക്ക് അധികാരമുള്ളൂ. വേറൊരാളുടെ കർമ്മം എടുത്ത് നമുക്ക് ചെയ്യാനുള്ള അധികാരമില്ല. അതല്ലേ കൊച്ചുമാ ഇത് പറഞ്ഞതിനർത്ഥം? നമ്മളുടെ ഇതനുസരിച്ച് വരുന്ന കർമ്മം ഏതാണ് ആ കർമ്മം ചെയ്യുക, അതിന് മാത്രമേ നമുക്ക് അധികാരമുള്ളൂ. ഇപ്പൊ പറഞ്ഞ ലൗകികന്മാർക്ക് പെട്ടെന്ന് സന്യാസം സ്വീകരിക്കാനുള്ള അധികാരമില്ല. ഇപ്പൊ അർജുനനെ പോലെ ഒരാൾ പാകപ്പെട്ടിട്ടില്ലാത്ത ഒരാള് എന്ന് പറഞ്ഞാൽ കർമ്മവാസനകൾ സത്യാസത്യ വിചാരം കൊണ്ട് പാകപ്പെട്ടിട്ടില്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ഉള്ള ഒരാള് പെട്ടെന്ന് ലൗകിക മാർഗം ഉപേക്ഷിക്കാൻ അർഹനല്ല. പെട്ടെന്നൊരു ദിവസം സന്യാസി ആവാൻ പറ്റത്തില്ല. കാരണം അതുകൊണ്ട് കാര്യമില്ല. അതെ. അപ്പൊ അതുകൊണ്ട് ഒരു കർമ്മബദ്ധൻ പൊടുന്നനെ സന്യാസം സ്വീകരിക്കുന്നത് അത്യന്തം ദോഷമാണ്. അടുത്തത് മാഫലേഷു കഥാചന. അപ്പോൾ അർജുനനെ പോലെ ഉള്ളവർ കർമ്മമാർഗത്തിന് മാത്രമേ ഇതുവരെ പറഞ്ഞതിൽ വ്യക്തമായി നമ്മൾ ഈ ചിന്താവിഷ്ടയായ സീത സിനിമ കണ്ടിട്ടുണ്ടല്ലോ, ചിന്താവിഷ്ടയായ സീത. അതിൽ ഈ ഗൃഹസ്ഥനാണല്ലോ ശ്രീനിവാസൻ, ഇല്ലയോ? ആ കർത്തവ്യങ്ങളിൽ നിന്നെല്ലാം കുടുംബസ്ഥനാണ്. പക്ഷെ അയാൾക്ക് അതൊന്നും നിറവേറ്റാനുള്ള ഇതില്ല, അലസന, ഉത്തരവാദിത്തങ്ങളും മാറി. എന്നിട്ട് എവിടെങ്കിലും ഒരു ആശ്രമത്തിൽ പോയി സുഖജീവിതം. അന്നേരം അവിടെ ആ ഒരു ഈ പറഞ്ഞതിനൊക്കെ ഒരു നരേഷനാണ് ആ കഥാപാത്രം. നിങ്ങൾ എല്ലാരും കണ്ടിട്ടുള്ളതല്ലയോ ചിന്താവിഷ്ടയായ ശ്യാമള? ഇതുവരെ പറഞ്ഞത് ഒരു നരേഷനല്ലയോ കഥാപാത്രം? അതെ. അയാൾ മടി കൊണ്ടാണ് അത് ഉപേക്ഷിക്കുന്നത്. അല്ലാതെ മാനസികമായിട്ട് സന്യാസത്തിന് ഒരുങ്ങിയിട്ടുള്ള ആളല്ല. അത് കർത്തവ്യകർമ്മം ചെയ്യാതെ ഗൃഹസ്ഥാശ്രമം ആ ഭാര്യയാണ് പിന്നെ അതെല്ലാം ഏറ്റെടുക്കുന്നത്. അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പോയി സന്യാസം സ്വീകരിക്കുക.
അങ്ങനെ എങ്ങനെ സന്യാസിയാവാൻ പറ്റുന്നേ? അതെ, അതാണ് ഇതുവരെ പറഞ്ഞതിന്റെ ഒരു അതെ അടുത്തത്. അതെ അടുത്തത് മാഫലേഷു കഥാചന. അപ്പോൾ അർജുനനെ പോലെയുള്ളവർ കർമ്മമാർഗത്തിന് മാത്രമേ അധികാരികളാകുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ കർമ്മഫലങ്ങൾക്കും അവർ പൂർണ്ണമായും അർഹരാണെന്ന് കരുതിക്കൂടായികയല്ല, പക്ഷെ അങ്ങനെ കരുതരുതെന്നാണ് ഭഗവാൻ ആവശ്യപ്പെടുന്നത്. കർമ്മത്തിന്റെ ഫലം ചിലപ്പോൾ അനുകൂലമാകാം, ചിലപ്പോൾ പ്രതികൂലമാവാം. അനുഭവഘട്ടം വരുന്നത് വരെ ഫലം അനുകൂലമായിരിക്കുമോ പ്രതികൂലമായിരിക്കുമോ എന്ന് തീർത്ത് പറയാൻ ആർക്കും സാധ്യമല്ല. അനുകൂല ഫലം കിട്ടുമെന്ന് കരുതിയിരിക്കെ അന്തിമ നിമിഷത്തിൽ പോലും അത് പ്രതികൂലമായി മാറാം, മറിച്ചും വരാം. തൽക്കാലം പ്രതികൂല ഫലം അനുഭവിക്കുന്നത് ഭാവിയിൽ വലിയ നന്മയ്ക്കാവാം. തൽക്കാലത്തെ അനുകൂല ഫലം ഭാവി ദോഷത്തിലും കലാശിക്കാം. തുടർന്ന് വരുന്ന കർമ്മ ശൃംഖലയിലെ ഭൂതഭാവികളെ കുറിച്ചുള്ള അജ്ഞതയാണ് അനിശ്ചിത ബോധത്തിന് കാരണം. ഈ അജ്ഞത മനസ്സിലാക്കാതെ കർമ്മത്തിനൊക്കെ അനുകൂലമായ ഫലമാണ് എല്ലാവരും കൊതിക്കുന്നത്. ആ പ്രതീക്ഷ തകരുന്നതാണ് ദുഃഖം. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലം കിട്ടിയാലേ നമ്മൾ വിചാരിക്കും അതാണ് സുഖം എന്ന് വിചാരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താ, പക്ഷെ ആ ഫലം, ആ പ്രതീക്ഷിക്കുന്ന ഫലം നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ഇപ്പോഴേ കുറച്ചുകൂടെ കഴിഞ്ഞല്ലേ, ഭാവിയിലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ആ പ്രതീക്ഷിച്ച ഫലം നമുക്ക് ഉണ്ടായതോ അത് വേണ്ടായിരുന്നു പിന്നെ ചിലപ്പോൾ നമുക്ക് തോന്നാൻ ഇടയുണ്ട്. അതാണ് പറഞ്ഞത്, തൽക്കാലം പ്രതികൂല ഫലം അനുഭവിക്കുന്നത് ചിലപ്പോൾ ഭാവിയിൽ വലിയ നന്മയ്ക്കാവാം. തൽക്കാലത്തെ അനുകൂല ഫലം ഭാവി ദോഷത്തിലും കലാശിക്കാം. ഈ അജ്ഞത മനസ്സിലാക്കാതെ കർമ്മത്തിനൊക്കെ അനുകൂലമായ ഫലമാണ് എല്ലാവരും കൊതിക്കുന്നത്. ആ പ്രതീക്ഷ തകരുന്നതാണ് ദുഃഖം. അതുകൊണ്ട് നിവൃത്തി മാർഗം അവലംബിച്ച് കർമ്മരംഗത്ത് വർത്തിക്കുന്ന ഒരു സത്യാന്വേഷി എന്ന് പറഞ്ഞാൽ, നിവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ നമ്മള് പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും ഉണ്ട് അല്ലേ? പ്രവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവർത്തിക്കുന്നതിന് അനുസരിച്ചുള്ള ഫലം കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് പ്രവൃത്തി മാർഗം എന്ന് തോന്നുന്നത്. നമ്മൾ ഈ പ്രവൃത്തി മാർഗം നിവൃത്തി മാർഗം എന്ന് പറഞ്ഞാല് പ്രവൃത്തി കർമ്മവും നിവൃത്തി മാർഗം കർമ്മയോഗവുമാണ്. അതെ, ഞാൻ മനസ്സിലായി. പ്രവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ ഫലം ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്നതിനാണ് പ്രവൃത്തി മാർഗം. ഫലം ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്നത് പ്രവൃത്തി. നിവൃത്തി മാർഗം എന്ന് വെച്ചാൽ ഈശ്വരാർപ്പണത്തിൽ ചെയ്യുന്നതാണ് നിവൃത്തി മാർഗം. നിവൃത്തി മാർഗം അതാ. അതുകൊണ്ട് നിവൃത്തി മാർഗം അവലംബിച്ച് കർമ്മരംഗത്ത് വർത്തിക്കുന്ന ഒരു സത്യാന്വേഷി വാസനകളെ ക്ഷയിപ്പിക്കാൻ വേണ്ടി കർമ്മം ചെയ്യുക തന്നെ വേണം. അപ്പൊ നമ്മൾ നിവൃത്തി മാർഗത്തിലുള്ളവര് എന്ന് പറഞ്ഞാൽ നമുക്ക് സത്യം എന്താണെന്ന് അറിഞ്ഞു, നമുക്ക് പ്രവൃത്തി ചെയ്യുന്നതിന് ഫലം വേണമെന്ന് ആഗ്രഹിക്കാതെ നമ്മൾ നിവൃത്തി മാർഗത്തിലാണ് കർമ്മം ചെയ്യുന്ന ഒരു സത്യാന്വേഷി വാസനകളെ ക്ഷയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കർമ്മം ചെയ്യുന്നത്. കണക്ഷൻ പോയോ? ഇല്ല. അതേ അവസരത്തിൽ ബുദ്ധി പുലർത്തി ഫലത്തിൽ ഉദാസീനനായിരിക്കുകയും വേണം. അപ്പൊ എപ്പോഴും ഈശ്വര ബുദ്ധി പുലർത്തണം, ഫലത്തിൽ ഉദാസീനനായിരിക്കുകയും വേണം. ഫലം അനുകൂലമായാൽ ഭഗവത് അനുഗ്രഹം, പ്രതികൂലമായാൽ അതും ഭഗവത് ഇച്ഛ. ഈ മനോഭാവം വാസനകളെ ക്ഷയിപ്പിച്ച് ഏകാഗ്ര ബുദ്ധി വളർത്തി സത്യത്തോടടുപ്പിക്കും. ഈശ്വരനെ മറന്ന് ഫലചിന്തയിൽ മുഴുകുന്ന ബുദ്ധി ഫലത്തിന്റെ അനിശ്ചിതത്വം നിമിത്തം സദാ ചഞ്ചലവും വ്യാകുലവുമായിരിക്കും. ഫലം അനുകൂലമായാൽ അഹങ്കരിച്ച് തുള്ളിച്ചാടും, പ്രതികൂലമായാൽ ശോകപരവശമായി കുഴങ്ങും. രണ്ടായാലും ആത്മലാഭത്തിന് തടസ്സമാകും. അതുകൊണ്ട് ജീവിതത്തിൽ സത്യാനുഭവമോ കാര്യമായ സുഖമോ കൊതിക്കുന്നയാൾ ഈശ്വരനെ മറന്ന് ഫലചിന്തയിൽ ഒരിക്കലും മനസ്സിനെ വ്യാപരിപ്പിക്കാൻ പാടില്ല. അതാണ് ആ മാഫലേഷു കഥാചന എന്ന് പറഞ്ഞ. നമുക്ക് അപ്പം ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പൊ നമ്മൾ അന്ന് പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ, എയർ ക്രാഷ് വന്നില്ലേ? അപ്പൊ അന്ന് പറഞ്ഞില്ലേ ഒരാൾക്ക് പ്ലെയിൻ മിസ്സായെന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് അത് ആൾക്ക് തോന്നിക്കാണു, അയ്യോ എന്താ ഞാൻ വിചാരിച്ച കാര്യം സാധിച്ചില്ലല്ലോ എന്നൊരു വിഷമം പെട്ടെന്ന് അനുഭവിച്ചു കാണും. പക്ഷെ അതിന്റെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അതിന്റെ ഒരു വേറൊരു ഫലം കൂടെ വന്നപ്പോഴായിരിക്കും അയ്യോ എന്ത് കാര്യമായി. അത് കറക്റ്റ് ആയിട്ടൊരു ഉദാഹരണമാണ് നമ്മളുടെ, അല്ലയോ? പെട്ടെന്ന് ദുഃഖം ഉണ്ടായി, ആ പ്രതീക്ഷ തകർന്നപ്പോ പെട്ടെന്നൊരു ദുഃഖം ഉണ്ടായി, കിട്ടിയില്ലല്ലോ, ഫ്ലൈറ്റ് കിട്ടിയില്ല, എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കാര്യങ്ങളായിരിക്കും പോകാനിരുന്നത്, പക്ഷെ അത് നടന്നില്ലല്ലോ എന്നുള്ള ദുഃഖം പെട്ടെന്ന് വന്നു കാണും. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ അതിന്റെ ഒരു നേരെ ഓപ്പോസിറ്റ്, ജീവനോടെ ഞാൻ ഉണ്ടല്ലോ എന്ന് ഓർത്തപ്പോ ഉള്ള ദൈവമായിട്ട്. അപ്പൊ അതാണ് നമ്മൾ ഏത് ഫലം വന്നാലും അത് ഈശ്വരന്റെ അനുഗ്രഹമാണെന്ന് വിചാരിച്ചു. കാരണം നല്ലതുണ്ടായാൽ അത് ഭഗവത് അനുഗ്രഹം, അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നതിന്റെ വിപരീത ഫലം ഉണ്ടായാലും അതും ദൈവഹിതം എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അതിനെ നമ്മൾ
അതിന് വെച്ചിട്ട് നമ്മൾ കൂടുതൽ സന്തോഷിക്കാനോ കൂടുതൽ ദുഃഖിക്കാനോ ഇടവരുത്തത്തില്ല. അതാണ് നമ്മളുടെ അല്ലേ ഇതിന്ന് ഈ ഫലേഷു കഥാചനം. അവിടെ പറയുന്ന ദൈവഹിതം എന്നുള്ളത് ഈ ദൈവം അങ്ങനെ നിശ്ചയിച്ചു എന്നുള്ളതല്ല. നമ്മൾ ശരിക്കും സൂക്ഷ്മമായിട്ട് കാണണം. ആരവിടെ ഭക്തിയിലും അങ്ങനെ ദൈവഹിതം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ദൈവം തന്ന ഒരു ഫലമല്ല എനിക്ക്, എന്റെ കർമ്മഫലം. എന്റെ കർമ്മത്തിൽ നിന്നുണ്ടായ ഫലം എന്നിൽ തന്നെ വന്നു ചേരും. അത് ദൈവം എനിക്ക് തന്നെ അതാണ്. പക്ഷെ അത് നമ്മൾ സമർപ്പണ ബുദ്ധി പറയുമ്പോൾ ദൈവഹിതം എന്ന് പറയുന്നു. കാരണം എല്ലാം ധർമ്മമാണത്. അല്ലാതെ ഈശ്വരനല്ല രക്ഷിക്കുന്നത്. ഈശ്വരൻ നിർഗുണമാണ്. അതിലാണ് ഈ കർമ്മവും കർമ്മഫലവും എല്ലാം നടക്കുന്നത് അതിനകത്തിലാണ്. അപ്പം ദൈവഹിതം എന്ന് പറയാൻ ഒരു ഭക്തിമാർഗത്തിലൂടെ പറയുക, അല്ലാതെ ദൈവം തന്നതല്ല, ദൈവം അതാണ് ഇച്ഛിച്ചത്, അങ്ങനെ വിചാരിക്കരുത്. ദൈവഹിതം ഒരു ഭക്തിയില്ല, സമർപ്പണ ബുദ്ധിയിൽ പറയുമ്പോൾ അങ്ങനെ ദൈവഹിതം എന്ന് പറയുക, അല്ലാതെ എന്നിൽ നിന്ന് പോയ കർമ്മത്തിന്റെ ഫലമാണ് എന്നിൽ വന്നു ചേരുന്നത്. ഞാൻ ആർക്കോ കൊടുത്തൊരു കർമ്മം നമുക്ക് ചെയ്യാൻ ശക്തി തന്ന ആ ചൈതന്യം തന്നെയാണ് ആ ചൈതന്യം തന്നെ. അപ്പൊ നമ്മൾ ആ ചൈതന്യം നമ്മളെ ഇതൊക്കെ ചെയ്യിക്കുന്ന ആ ചൈതന്യത്തിന്റെ ശക്തി കൊണ്ടാണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നാൽ ആ ചൈതന്യത്തിന്റെ തന്നെ ആ ഫലത്തിനെ സമർപ്പിക്കുന്ന രീതിയിൽ പോയാൽ അല്ലേ, ഏത് ശക്തിയാണോ നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് ആ ശക്തിയിൽ തന്നെ നമ്മൾ സമർപ്പിക്കുക. അതെ. ഇപ്പൊ ഒരാൾക്കൊരു ചതിപ്രയോഗം ഞാൻ ചെയ്യുക. ഞാൻ ഈ ചതിപ്രയോഗം ചെയ്യുന്ന ഇതിലാ, ഞാൻ ഈ ഈശ്വര ശക്തിയിലാ ചെയ്യുന്നത്. ഈശ്വരന്റെ പ്രസൻസിലാണ് ഞാൻ ഒരാൾക്കൊരു ഒരു ചതി ചെയ്യുക. അപ്പം ഞാൻ ഈ ചതി ചെയ്യുന്നത് ഈശ്വരനിൽ ഇരുന്നുകൊണ്ട് ഞാൻ ചെയ്യുക, അഹംബുദ്ധി ചെയ്യുക. അപ്പം ഈ ചതി ചെയ്യുമ്പോഴോ എന്നിൽ നിന്നൊരു ചതി വേറൊരാൾക്ക് പോയി. ആ കർമ്മത്തിന്റെ ഫലം ചതി തന്നെ, ഈ കർമ്മഫലം എന്നിൽ തിരിച്ചെത്തും. ആ തിരിച്ചെത്തുന്നതും ഈ ഈശ്വരനിൽ കൂടിയാണ്, ഈശ്വര ചൈതന്യത്തിൽ കൂടിയാണ് എനിക്ക് ആ കർമ്മഫലം തിരിച്ചു വരുന്നത്. അപ്പം ഈ കർമ്മഫലം ഈ പോകുന്നതും നടക്കുന്നതും ഞാൻ ചെയ്തു കൂട്ടുന്നതും തിരിച്ചു വരുന്നതുമെല്ലാം ഈ ഈശ്വരനില, ഈ ചൈതന്യത്തില. അപ്പം അത് സമർപ്പണ ബുദ്ധിയിൽ ചെയ്യുമ്പോൾ പറയുന്നു അത് ദൈവഹിതം എന്ന് പറയുമ്പോൾ ദൈവം വിചാരിച്ചതല്ലത് എനിക്കിങ്ങനെ തരണമെന്ന്, ഞാൻ ചെയ്തതിന്റെ ഫലമാണ്. അതാണ് തത്വം. വായിച്ചേ. അതെ അതെ. ഇനി അടുത്ത കർമ്മഫല ഹേതുർക്കു. മനുഷ്യ മനസ്സിന് വ്യാപരിക്കാൻ രണ്ടിടമേ ഉള്ളൂ. ഒന്ന് ഈശ്വരൻ, മറ്റേത് ഏതെങ്കിലും കർമ്മഫലം. ഇതിൽ ഏതിനെ ആശ്രയിച്ചാലാണോ പരമമായ സുഖവും ശാന്തിയും ലഭിക്കുക അതിനെ ആശ്രയിക്കാം. ഞാൻ കർമ്മം ചെയ്യുന്നു, ഞാൻ ഫലവും അനുഭവിക്കുന്നു എന്ന ചിന്തയാണ് കർമ്മത്തിനും ഫലത്തിനും ഹേതുവായി തീരൽ. കർത്തൃത്വവും ഭോക്തൃത്വവും ഇങ്ങനെ ആവർത്തിച്ചുറപ്പിക്കുന്നതിന്റെ ഫലമായി രാഗദ്വേഷ രൂപത്തിലുള്ള കർമ്മവാസനകൾ അന്തർകരണത്തിൽ സഞ്ചയിക്കപ്പെടുന്നു. ചില കർമ്മങ്ങൾ ചെയ്യണം, അവയുടെ ഫലം നേടി സുഖിക്കണം, ഈ ചിന്തയാണ് രാഗം. ചില കർമ്മങ്ങൾ ഒഴിവാക്കണം, അവയുടെ ഫലം അനുഭവിച്ച് ദുഃഖിക്കാൻ വയ്യ, ഈ ചിന്തയാണ് ദ്വേഷം. ഇങ്ങനെ അന്തഃകരണത്തിൽ സഞ്ചയിക്കപ്പെടുന്ന രാഗദ്വേഷങ്ങൾ കർമ്മവും ഫലവും ആവർത്തിക്കാൻ ഇടയാക്കുന്നു. കർമ്മഫല ആവർത്തനങ്ങൾക്കായി വീണ്ടും വീണ്ടും ജനിക്കേണ്ടതായും മരിക്കേണ്ടതായും വരുന്നു. അതുകൊണ്ടാണ് കർമ്മഫല ഹേതുവായി തീരരുത് എന്ന് ഭഗവാൻ അർജുനനെ ഉപദേശിച്ചിരിക്കുന്നത്. ഈശ്വര ബുദ്ധി പുലർത്തി ഫലകാംക്ഷ കൂടാതെ ഈശ്വര ആരാധനയായി കർമ്മം ചെയ്യുന്നയാൾ കർമ്മഫല ഹേതു ആകാതെ സത്യം തെളിഞ്ഞു കണ്ടു സംസാര ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇടവരുന്നു. അതാണ് കർമ്മഫല ഹേതുർപ്പു എന്ന് പറഞ്ഞത്. കർമ്മഫലത്തിന് ഹേതുവായി തീരരുത്. അങ്ങനെ ഹേതുവായി തീർന്നാൽ വീണ്ടും വീണ്ടും ജനിക്കേണ്ടതായും മരിക്കേണ്ടതായും വരുന്നുണ്ട്. കർമ്മഫലത്തിന് വേണ്ടി നമ്മളിപ്പം ഫലം ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്ന ഏത് കർമ്മത്തിനും അതിന്റെ അല്ലെങ്കിൽ ചില കർമ്മങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതും ചില കർമ്മങ്ങൾ ദേഷ്യം എന്ന് പറഞ്ഞാൽ സന്തോഷമില്ലാതെ അവോയ്ഡ് ചെയ്യുന്നതും എല്ലാം അതിന്റെ എല്ലാം ഫലം നമ്മൾ അനുഭവിക്കാൻ വേണ്ടി ജനിക്കേണ്ടതായും മരിക്കേണ്ടതായും വരും. അങ്ങനെയല്ലേ പറഞ്ഞു ഉദ്ദേശിച്ചത്? അപ്പൊ അതിനും ഇടവരരുത്. അതുകൊണ്ടാണ് കർമ്മഫലത്തിന് ഹേതുവായി തീരരുത് എന്ന് പറയുന്നത്. അടുത്തത് മാതേ സങ്കോസ്ത്വ കർമ്മ. അതൊന്നോടൊന്ന് പറഞ്ഞതൊക്കെ അതെന്ന് പറഞ്ഞാൽ നമ്മള് കർമ്മഫലം
ചില കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ആ ആ കർമ്മം ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് ഇഷ്ടമായിരിക്കുമല്ലോ. ഓ ഇത് ചെയ്താൽ എനിക്ക് ഈ സുഖം കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ആ കർമ്മം തന്നെ വീണ്ടും വീണ്ടും ചെയ്യും, ആ സുഖം കിട്ടാൻ വേണ്ടി. ചില കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ദുഃഖമാണ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഇപ്പം എക്സാമ്പിൾ എന്തോ ചുമ്മാ പറയുന്നത്. ചില കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആരും പറയാതെ തന്നെ ചെയ്യും, അതിൽ നിന്ന് സുഖം കിട്ടുന്നുള്ളതുകൊണ്ട്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അങ്ങനെ പറയാൻ പറ്റുമോ? എനിക്ക് അറിഞ്ഞൂടാ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ കേൾക്കുന്നത് ഇപ്പം സുഖം കിട്ടുന്ന സീരിയൽ കാണുന്ന സിനിമ കാണുന്നു, സീരിയൽ കാണുന്നു. നമുക്ക് നല്ല ഇൻവോൾവ് ആണ്, നമുക്ക് നല്ലൊരു സുഖം കിട്ടുന്നുണ്ട്. സുഖം കിട്ടുന്നു. നമ്മൾ ഗീത വായിച്ചാൽ സുഖം കിട്ടുമോ? അതുകൊണ്ട് നമുക്ക് ചെയ്യണമെന്ന് ഗീത പിന്നെ വായിക്കാം. ഇപ്പൊ നമുക്ക് സീരിയൽ കണ്ടു കഴിഞ്ഞിട്ട് ഗീത വായിക്കാം. നമ്മൾ അത് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പൊ നമുക്ക് ഇഷ്ടം ഏതല്ല അത് കാണാനാ. അപ്പൊ ആ ഇഷ്ടത്തിലോട്ട് ഞാൻ അത് പിന്നെ ചെയ്യും. നമ്മൾക്ക് ഇതിനോട് താല്പര്യം കുറവാകുമ്പോ അതിനെ മാറ്റി അതെ അതെ. പിന്നെ ചില കർമ്മങ്ങൾ നമുക്ക് ചോദിക്കും, ഓ എന്തിനാ എത്ര ബുദ്ധിമുട്ടുന്നതെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാതിരിക്കും, അതിനെ അവോയ്ഡ് ചെയ്യും അല്ലേ? അതാണ് ദ്വേഷം. അതാ പറഞ്ഞപ്പോ അങ്ങനെ ചെയ്താൽ ഓ അത്രയും ബുദ്ധിമുട്ടാവും. പക്ഷെ അങ്ങനെ വിചാരിച്ച് ചില കർമ്മങ്ങൾ നമുക്ക് ചെയ്യേണ്ട കർമ്മമാണെങ്കിൽ പോലും അത് ചെയ്യാതെ നമ്മൾ അവോയ്ഡ് ചെയ്യും, അതാണ് ദ്വേഷം അല്ലേ? ചില കർമ്മങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള കർമ്മമാണെങ്കിൽ എളുപ്പം ചെയ്യാൻ പറ്റുന്നൊക്കെ ആണെങ്കിൽ അത് ചെയ്ത് അതിന്റെ സുഖം അനുഭവിച്ച് നമ്മളിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്താൽ അങ്ങനെയുള്ള കർമ്മങ്ങളോട് രാഗവും മറ്റേ മാതിരി കർമ്മങ്ങളോട് ദേഷ്യവും. അതാ ഇത് രണ്ടും ഇങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ അതിന് ഫലം അനുഭവിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും നമ്മുടെ വാസന ക്ഷയിക്കത്തുമില്ല, വീണ്ടും വീണ്ടും പുതിയ വാസനകളായിട്ട് വന്ന് വീണ്ടും വീണ്ടും ജനന മരണങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇടയായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അങ്ങനെ കർമ്മഫല ഹേതുവായി തീരരുത്. അപ്പൊ അങ്ങനെ ചെയ്താൽ വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരും. അതുകൊണ്ട് അതിനുള്ള കാരണമായി തീരരുത്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി ഉള്ള കാരണം ഉണ്ടാക്കി വെക്കരുത് ഇനിയെങ്കിലും, അങ്ങനല്ലേ ഉദ്ദേശിച്ചത്? ഇനി അടുത്തത് മാതേ സങ്കോസ്ത്വ കർമ്മണി, ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യണം. കേൾക്കുന്നില്ലല്ലോ. ചിന്തിച്ച് മനസ്സ് ചഞ്ചലമാകുമെന്നുള്ളത് കൊണ്ട് പല ചിന്തയുടെ സ്ഥാനത്ത് ഈശ്വരചിന്ത. അപ്പൊ മാതേ സങ്കോസ്ത്വ കർമ്മണി എന്നുള്ള ലാസ്റ്റ് പാർട്ടില്ലോ, ആ ലാസ്റ്റ് പാട്ടിനകത്ത് ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫലം കൈവരുമ്പോൾ അത് ഉപേക്ഷിക്കണമെന്നല്ല അർത്ഥം. ഫലസ്വരൂപം അനിശ്ചിതമാകയാൽ സദാ ഫലത്തെ ചിന്തിച്ച് മനസ്സ് ചഞ്ചലമാകുമെന്നുള്ളത് കൊണ്ട് ഫലചിന്തയുടെ സ്ഥാനത്ത് നമ്മൾ ഈശ്വര ചിന്ത ഉറപ്പിക്കണമെന്നാണ് താല്പര്യം. പല ചിന്തയെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ ഈശ്വരനിൽ അർപ്പിക്കുക, എന്നല്ലെങ്കിൽ നമ്മുടെ ചൈതന്യത്തിൽ ആ സ്ഥാനത്ത് ഈശ്വര ചിന്ത ഉറപ്പിക്കണമെന്നാണ് താല്പര്യം. ഈ വസ്തുത ധരിക്കാതെ അവിടെ ഒരു കാര്യം പറയാം. നമ്മള് ഇപ്പൊ ഒരു കാര്യം ഇങ്ങനെ ഇപ്പൊ ഫലം നമുക്കിപ്പോ എന്തോ ദുരിതമാണ് വരുന്നത്, ഒരു കഷ്ടകാലം വന്നു, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത കഷ്ടകാലം. നമ്മള് ഓരോന്നും വരുമ്പോ ആ ഫലത്തില് നമ്മൾ ഒരു ദുഃഖം വരുന്നിരിക്കട്ടെ, നമ്മൾ അതിലോട്ടങ്ങ് മുഴുകി പോവുക. അതേ സമയത്ത് ഈ ദുഃഖാനുഭവ ഇതും മാറും, സുഖം നമുക്ക് നല്ലൊരു വിജയങ്ങളൊക്കെ വരുന്നു, നമ്മളങ്ങ് ആഹ്ലാദിക്കും. ഈ വിജയം നൈമിഷം കുറെ കഴിയുമ്പോൾ മാറും, അടുത്തൊരു ദുഃഖം വരും. ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന എന്നുള്ളൊരു ചിന്ത വേണം. അല്ലോ നമുക്കോ ഈ സുഖം പോവരുത്, ആ സുഖം അങ്ങനെ നിൽക്കണം. അതിനപ്പുറത്തൊരു ദുഃഖം എന്ത് വരുമ്പോൾ നമുക്ക് ഇതാ പറഞ്ഞു, നമ്മൾ ഒന്നിലും സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോഴാണ് അപ്പോഴാണ് നമുക്ക് ദുരിതം വരുന്നത്. അതേസമയത്ത് ഓരോന്നും നമ്മളിങ്ങനെ ഒരു സാക്ഷ്യപത്തിൽ സുഖം വന്നു, ഇത് നമ്മൾ അതിനകത്ത് കിടന്ന് നകളിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ദുഃഖം വരുന്നു, എനിക്ക് ഇത് വേറെ വഴിയില്ല, ഞാൻ ദുഃഖത്തിലും ആണ്ട് പിന്നെ എനിക്ക് വേറെ വഴിയില്ല, എനിക്ക് അങ്ങനെ മുഴുകിപ്പോകാതെ ഇത് സമയം കൊണ്ട് ഇത് ഓരോന്നും മാറുന്നതാണ്. ഇതെല്ലാം നമ്മുടെ അനുഭവമാണ്. പക്ഷെ നമ്മുടെ അനുഭവം ചിന്തിക്കത്തില്ല, എനിക്ക് ഇനി വേറെ വഴിയില്ല, ഇത് ഇങ്ങനെ നിൽക്കും, ഇത് എനിക്ക് പിന്നെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് നമ്മളങ്ങ് ഡിസൈഡ് ചെയ്യുക. ഇതും മാറും, എല്ലാം മാറ്റും. നമ്മൾ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുക. ഈ കർമ്മഫലത്തിൽ നമ്മൾ അഡിക്ഷൻ ആകാതിരിക്കുക. ഇതിങ്ങനെ നിൽക്കണം, മറ്റേത് വരരുത്, നമ്മൾ ചില സെലക്ഷൻ നടത്തുക. അങ്ങനെ ആവും. ഇതെല്ലാം ഈ ഈശ്വരൻ നടന്ന് എനിക്ക് എൻ്റെ അനുഭവങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കും, അങ്ങനെയും നിലനിൽക്കത്തില്ല. അതിനെ നമ്മൾ ആ ഫലത്തിനെ അങ്ങനെ കാണണം. അതാ പറഞ്ഞതിൻ്റെ ഒരർത്ഥം.
അതായത് ഒരു സിറ്റുവേഷൻ ഇപ്പൊ വരുവാണെങ്കിൽ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുക, അപ്പൊ നമ്മൾ സമാധാനമായിട്ട് ചിന്തിക്കുക, നമ്മൾ വിവേകപൂർവ്വം ചിന്തിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണല്ലോ ഇപ്പൊ ഈ സിറ്റുവേഷൻ മറികടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്, ആ കാര്യങ്ങൾ ചെയ്യുക. അതിന്റെ റിസൾട്ട് എന്ത് ആവും, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും, നമ്മൾ എന്താണ് ധർമ്മത്തിൽ ചെയ്യാനുള്ളത് ആ സമയത്ത് എന്നുള്ളത് ചെയ്യുക. അതിന്റെ റിസൾട്ട് എന്തെങ്കിലും ആവട്ടെ, നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് അതിന്റെ റിസൾട്ട് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, അല്ലെ? അത് അങ്ങനെ പറഞ്ഞു ദിവസം. അതെ, നമ്മൾ എന്തുകൊണ്ടാ അപ്പൊ ചെയ്യാൻ നമുക്ക് അങ്ങനെ ഒരു ഇത് വരാത്ത എന്തുകൊണ്ടാ? നമുക്ക് ആ ചെയ്യേണ്ട ഈ സമയത്ത് ഫലചിന്തയെ പറ്റി ചെയ്യാൻ തോന്നുന്നില്ല. ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാ. എന്തുകൊണ്ടാ അത്? ആ ഫലചിന്ത, ഇത് ചെയ്താൽ ഇങ്ങനെ സംഭവിക്കോ എന്ന് അങ്ങനെ ഓർത്തോർത്ത് അതിന്റെ ഒരു ടെൻഷൻ വെപ്രാളമാ. അടിച്ച് അയ്യോ, വെക്കണം. ഇത് എന്തുവായി അതാ. തീരും, എന്തുവായി തീരും എന്നുള്ള ഒരു വെപ്രാളം അതെ നമുക്ക് അതെ വരും. അതെ. ഒരു അസ്വസ്ഥത, ഒരു ഇപ്പൊ ടർബുലൻസ്. ഇപ്പൊ പരീക്ഷയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ട് ഒരു റിസൾട്ടിനെ പറ്റി ആലോചിച്ചിരിക്കണ്ട. പരീക്ഷയ്ക്ക് തലേദിവസമാണ് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ ഡ്യൂട്ടി. അപ്പം ഏത് സിറ്റുവേഷൻ, അതുപോലെ ഓരോ സിറ്റുവേഷനും ഓരോ പരീക്ഷണങ്ങളാണല്ലോ. ആ പരീക്ഷണത്തിന്റെ മുമ്പിൽ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫലത്തിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ശരിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും. അപ്പൊ നമ്മൾ മനസ്സ് സമാധാനമായിട്ട് ചിന്തിച്ച് ആ സിറ്റുവേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിനെ തരണം ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഒരു വിവേക ബുദ്ധിയിൽ ചിന്തിച്ചാൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് കാണും. ആ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ റിസൾട്ടിന് വേണ്ടി, റിസൾട്ട് ഇന്നതാണോ എന്നതാണോ എന്നുള്ളത് അത് വരുമ്പോൾ നമുക്ക് ഫേസ് ചെയ്യണം, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അത് റിസൾട്ടിനകത്ത് നമുക്ക് അധികാരമില്ല. അതിനെ പ്രസാദ ബുദ്ധിയിൽ കാണണം. അതാ അതാ വരുന്ന നമ്മൾ ഒരു എഫർട്ട് എടുക്കുന്ന ഒന്നിനു വേണ്ടി, അതിന്റെ റിസൾട്ടിനെ നമ്മൾ പ്രസാദ ബുദ്ധിയിൽ കണ്ട ഒരു പ്രശ്നവും ഇല്ല. അതെ. പ്രസാദ ആ ആ എന്റെ കാര്യം പറയട്ടെ കൊച്ചേ, ഞാൻ MBBS കഴിഞ്ഞിട്ട് PG എൻട്രൻസിന് വേണ്ടി പഠിച്ചപ്പോൾ ആദ്യം എൻട്രൻസ് എഴുതി. എനിക്ക് മെഡിക്കൽ മറ്റേ സർജിക്കൽ സ്പെഷ്യാലിറ്റി വലിയ ഇഷ്ടമല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ സർജറി ഒക്കെ ചെയ്യുന്ന വലിയ ഇഷ്ടമാണ് എനിക്ക്. മെഡിസിൻ അല്ലെങ്കിൽ പീഡിയാട്രിക്സ് അങ്ങനെയൊക്കെ പോകണമെന്നായിരുന്നു എൻ്റെ. ഇപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ പിന്നെ മറ്റേ പോണ്ടിച്ചേരി പോയി എഴുതി, അങ്ങനെ അതിന് കിട്ടി. വല്യമാൻ വന്ന് കൂടെ പോയി പരീക്ഷയൊക്കെ എഴുതി, അതിന് കിട്ടി. അതിന് പക്ഷെ ഗൈനക്കോളജിയാണ് കിട്ടിയത്. എനിക്ക് ഗൈനക്കോളജി ഇഷ്ടമല്ല. വേറെ അപ്പൊ ജോയിൻ ചെയ്തിട്ട് വീണ്ടും ബുക്കുകളെല്ലാം എടുത്തോണ്ട് വീണ്ടും PG എൻട്രൻസ് പഠിക്കാനുള്ള ബുക്സ് എല്ലാം എടുത്തോണ്ട് പോയി. അപ്പൊ അതിനും ഭയങ്കര ഇഷ്ടമല്ല ഈ ഗൈനക്കില്. രണ്ടുപേരുടെ ബിസി ആവും പോലോ എന്ന് വെച്ചിട്ട് ഗൈനക്ക് വേണ്ട, പീഡിയാട്രിക്സോ മെഡിസിൻ അങ്ങനെ വല്ല ആണെങ്കിൽ അപ്പൊ എല്ലാ PG എൻട്രൻസ് പഠിക്കാനുള്ള ബുക്സ് എല്ലാം വീണ്ടും അവിടെ കൊണ്ടുപോയിട്ട് വീണ്ടും ഞാൻ അടുത്ത വർഷം കേരള എൻട്രൻസ് വീണ്ടും എഴുതി. നല്ല റാങ്ക് ഒക്കെ കിട്ടി. പക്ഷെ വീണ്ടും എനിക്ക് ഗൈനക്കെ ഇവിടെ കിട്ടുന്നുള്ളൂ, പീഡിയാട്രിക്സും മെഡിസിൻ ഒന്നും കിട്ടത്തില്ല. പിന്നെ എന്ത് ചെയ്തു, അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പക്ഷെ എനിക്ക് തുടക്കത്തിലൊന്നും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ പിന്നെ നമുക്ക് കിട്ടിയത് നമുക്ക് ഇതില്ലാത്ത കർമ്മം ചെയ്യാനാണ് നമ്മുടെ ഇത്. ആ കർമ്മം, ഈ നമ്മുടെ കർമ്മമേഖല ഇതാണ്, നമ്മുടെ കാർമിക് എഫക്റ്റ് കിടക്കുന്നത് ഈ കിടക്കുന്ന ആ ശാഖ, ഇതിനകത്താണ്. അല്ലാതെ എനിക്ക് അതിലാ ആ ശാഖയില്ല. അതാ അപ്പൊ പിന്നെ നമ്മള് കിട്ടിയത് നല്ലതായിട്ട് യൂസ് ചെയ്യുക. അതാ നമ്മൾ ആ സമർപ്പണ ബുദ്ധിയോട് ഏത് കർമ്മമാണോ നമുക്ക് കിട്ടിയത് അതില് നമ്മൾ ഇതില് സമർപ്പണത്തോടെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത്. ഇതിനകത്തൊന്നും ബാഡ് ഇത് വരുന്നുണ്ട്, പക്ഷെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. നമ്മൾ അനുഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ വരും. നമ്മുടെ കർമ്മഫലം കൊണ്ട് അനുഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വന്നു തരും. പക്ഷെ അതൊക്കെ നമ്മൾ നമ്മളുടെ കർമ്മഫലമാണെന്ന് അംഗീകരിച്ചാൽ കുഴപ്പമില്ല. പിന്നെ അപ്പൊ അതുപോലെ ഈ വസ്തുത ഇടയ്ക്ക് മ്യൂട്ടായി പോയി ഇടയ്ക്ക്. അതെ. അപ്പൊ ഇത് സദാ ഫലത്തെ ചിന്തിച്ച് മനസ്സ് ചഞ്ചലമാകുമെന്നുള്ളതുകൊണ്ട് ഫലചിന്തയുടെ സ്ഥാനത്ത് ഈശ്വരചിന്ത ഉറപ്പിക്കണമെന്നാണ് താല്പര്യം. ഈ വസ്തുത ധരിക്കാതെ ഫലകാംക്ഷ ഇല്ലെങ്കിൽ പിന്നെ കർമ്മം ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് ചിലർ വാദിക്കാറുണ്ട്. ഈ വാദം ഫലേച്ഛയോടെ കർമ്മം ചെയ്യുന്നതിനേക്കാൾ അപകടം നിറഞ്ഞതാണ്. അപ്പൊ ഇതിനെ കർമ്മം ചെയ്യാതിരുന്നാൽ കുഴപ്പമില്ലല്ലോ, കർമ്മഫലം അനുഭവിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച കർമ്മം ചെയ്യാതിരുന്നാൽ അത് മറ്റേതിനെക്കാട്ടിലും അപകടം നിറഞ്ഞതാണ്. ഒരു മിനിറ്റ് വെച്ചുമാ. കർമ്മവാസനയുള്ളയാൾ ബാഹ്യകർമ്മങ്ങൾ ഉപേക്ഷിച്ചാൽ ഉറക്കത്തിൽ എന്ന പോലെ അവ അന്ധകരണത്തിൽ ലയിക്കാൻ ഇടവരും. തുടർന്ന് തമോ ഗുണം വർദ്ധിക്കുകയും ആലസ്യത്തിലും അനാചാരങ്ങളിലും കുടുങ്ങി ജീവിതം വ്യക്തിക്കും സമൂഹത്തിനും പതന കാരണമായി തീരുകയും ചെയ്യും. അതുകൊണ്ടാണ് ഭഗവാൻ അകർമ്മണ്യതയിൽ നിന്ന് നിനക്ക് സംഘം വരരുത് എന്ന് ഉപദേശിച്ചിരിക്കുന്നത്. അപ്പൊ അലസരായിട്ട് ഇരിക്കരുത് എന്ന് ഉപദേശിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ കർമ്മം ചെയ്തേ തീരൂ. കർമ്മഫലത്തിൽ ആകാംക്ഷയരുത്. കർമ്മവാസനകൾ സഞ്ചയിക്കരുത്. അകർമ്മണ്യതയിൽ
സംഘം വരരുത്. ഇവ നാലുമാണ് കർമ്മമാർഗത്തെ ശോഭനമാക്കി തീർത്ത് ആത്മവാനാകാനുള്ള ഉപായങ്ങൾ. അങ്ങനത്തെ 4 കാര്യങ്ങളാണ് ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിച്ചത്. കർമ്മം എന്തായാലും ചെയ്തേ തീരത്തുള്ളൂ. കർമ്മഫലത്തിൽ ആകാംക്ഷയരുത്. കർമ്മവാസനകൾ സഞ്ചയിക്കരുത് എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ജനിക്കാനും മരിക്കാനും ഇടയാക്കരുത്. കർമ്മഫല ഹേതു ആകരുത്. അകർമ്മണ്യതയിൽ സംഘം വരരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ കർമ്മം ചെയ്യാതിരുന്നാൽ അതിന്റെ കർമ്മഫലം അനുഭവിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ മടിയന്മാരായിട്ട് ഇരിക്കരുത്. ഈ 4 കാര്യങ്ങളാണ് ഇതിനകത്തുനിന്ന് ഈ ശ്ലോകത്തിൽ നിന്ന് വരുന്നത്. സാർ പറഞ്ഞേക്കുന്ന തീർന്നോ? അതെ അതെ. നമ്മുടെ ഈ ചിന്മയാനന്ദ സ്വാമിയുടെ ബുക്കിലെ ഈ അവസാനത്തെ പാരഗ്രാഫിലെ ഒരു ഉത്തമ കർമ്മയോഗിക്ക് വേണ്ട 4 നിർദ്ദേശങ്ങൾ ഇവിടെ നൽകുന്നു പറഞ്ഞുകൊണ്ട് ഇത് വേറൊരു ഇതില്ല. നമ്മൾ സാധാരണ രീതിയിൽ ഇത് പറയുന്നത്. മറ്റേതൊന്നുകൂടെ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ ഡെപ്ത് വേണം. ഈ സാർ എഴുതിയേക്കുന്നത് ഒന്നാമത്തെ കർമ്മയോഗിയുടെ ശ്രദ്ധ മുഴുവനും ചെയ്യുന്ന കർമ്മത്തിലായിരിക്കണം. ഉത്തമ കർമ്മയോഗികൾക്ക് വേണ്ട 4 നിർദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ നിർദ്ദേശമാണ് കർമ്മയോഗികളുടെ ശ്രദ്ധ മുഴുവനും ചെയ്യുന്ന കർമ്മം. നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ശ്രദ്ധ മുഴുവനും ആ കർമ്മത്തിലായിരിക്കണം. നമ്മളിപ്പോഴെങ്ങനെയാണ് കർമ്മം ചെയ്യുന്നത്? നമ്മളൊരു കർമ്മം ചെയ്യുക. നമ്മൾ എന്തെങ്കിലും ഒരു വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നവരെ നമ്മൾ പല പല ജോലികൾ ചെയ്യുന്നുണ്ട്. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സെങ്ങനെ ആയിരിക്കും? പല കാര്യങ്ങളും വേറെ ചിന്തിച്ചോണ്ടായിരിക്കും ചെയ്യുന്നത്. നമ്മൾ ചെയ്യും എന്തൊക്കെയോ ഇന്നലെ നടന്നതോ അല്ലെങ്കിൽ നാളെ നടക്കാൻ പോകുന്നതോ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ മനസ്സിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ജോലിയും ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഈ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തുകൂടാ. ഇതിന് നമ്മൾ പ്രാക്ടീസ് വേണം. നമ്മൾ അറിയാതെ നമ്മൾ വിഷ്ണു സഹസ്രനാമം ചെല്ലുന്നു. നമ്മൾ രാവിലെ കുളിച്ച് വേറെ ഒന്നുമില്ല, ജോലിയെല്ലാം കഴിഞ്ഞ് വിഷ്ണു സഹസ്രനാമം ചെല്ലുക. നമ്മൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലിത്തുടങ്ങുമ്പോഴോ നമുക്കിത് കാണാതെ അറിയായിരിക്കും. അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ വിഷ്ണു സഹസ്രനാമം വാവുകൊണ്ട് ചൊല്ലുകയും ചെയ്യും. ഇങ്ങനെ മനസ്സിങ്ങനെ എവിടൊക്കെയോ ഇങ്ങനെ പോയിക്കൊണ്ട് അത് കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരിക്കും. കുറേ കഴിയുമ്പോൾ തീർന്നു കഴിയുമ്പോഴാണ് തീർന്നു, തീർന്നു. നമ്മൾ ആ മനസ്സ് ഇത് മെക്കാനിക്കലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിങ്ങനെ പോയി. ഇതൊരു സത്യമല്ലയോ? കർമ്മയോടെ ശ്രദ്ധ മുഴുവനും ചെയ്യുന്ന കർമ്മത്തിലായിരിക്കണം. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഏത് കാര്യം ചെയ്തോട്ടെ, അതപ്പം നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നും വിചാരിക്കരുത്. ഏത് കാര്യത്തിലും ബി ഇൻ ദ പ്രസന്റ് എന്ന് പറയുന്നതാണ്. ഇതിലാണ് നമ്മൾ ദൈവത്തിലിരിക്കുക. ഇപ്പം ഞാൻ ഇന്നലത്തെ അത് കഴിഞ്ഞു. എനിക്കിപ്പം അത് ഞാൻ ആ സ്റ്റേജിലല്ല. ഇപ്പോഴത്തെ സ്റ്റേജ് വന്നു. നാളെ ആയിട്ടുമില്ല. ഇപ്പം ഞാൻ ഇരിക്കുന്ന എവിടാ? ഞാൻ ഈശ്വരനിരിക്കുക. ഞാൻ ഈശ്വരൻ നിന്നിട്ട് അതിനെ ഓർക്കാതെ ഞാനിപ്പോൾ ഈശ്വരൻ ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാനിപ്പം ഈശ്വരൻ വിട്ടാലോ അപ്പം അവിടെ കിടക്കും. തടി വീഴുന്നോ നമ്മളിങ്ങനെ വീഴും. അതിനെക്കുറിച്ച് ഒരു ചിന്തയില്ല. ഈ മാറ്റങ്ങളുള്ള എന്തെല്ലാം സംഭവങ്ങൾ ഇന്നലെ നടന്നതും ഇനി അതൊക്കെ ഇനി വരും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഇന്നത്തെ കാര്യമല്ല. അപ്പം ഞാൻ ഈ ഈശ്വരനിൽ ഇരിക്കുകയാണ്. ഈ കർമ്മമാണ്. ഇതാ നമ്മൾ ഈ ഗീതയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാ. കർമ്മയോഗം വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം നമുക്ക് 4 യോഗങ്ങളുണ്ട്. ജ്ഞാനയോഗം, ഭക്തിയോഗം, കർമ്മയോഗം, രാജയോഗം അല്ലെങ്കിൽ ഹഠയോഗം. ഈ നമ്മളെല്ലാവരും കർമ്മയോഗികളാണ്. കർമ്മത്തിൽ കൂടെ നമുക്ക് വാസനാ കർമ്മങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ ഭക്തിയോഗം നമ്മൾ വിചാരിക്കുന്ന പോലെ അമ്പലത്തിൽ നമ്മൾ എപ്പോഴും മന്ത്രം ജപിക്കുന്നുണ്ട്, അമ്പലത്തിൽ പോകുന്നുണ്ട്, തീർത്ഥാടനം പോകുന്നുണ്ട്. ഇതല്ല ഭക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ അതിനൊരു എക്സാമ്പിള് കുചേലൻ്റെ ഭക്തി, മീരയുടെ ഭക്തി, പൂന്താനത്തിൻ്റെ ഭക്തി. അവരൊക്കെ ലൈഫ് തന്നെ അതിൽ സറണ്ടറാണ്. നമുക്ക് അങ്ങനെയുള്ള സറണ്ടർ അല്ല. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ടാ ഗൃഹസ്ഥാശ്രമം ചെയ്തുകൊണ്ടിരിക്കുക. എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാണ് നമുക്ക്. നമ്മൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ശരിക്കും ഈശ്വരൻ ഞാൻ ഭക്തി കൊണ്ട് ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെളിയിലിരിക്കുന്ന ഒരു ഈശ്വരനെയാ. ഈശ്വരൻ ഉള്ളാന്നൊരു ചിന്തയില്ല. നമ്മുടെ ഭക്തി വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് വിശ്വാസമുള്ള അമ്പലങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അവിടുത്തെ പ്രതിഷ്ഠയാണ് നമുക്ക് മനസ്സിൽ വരുന്നത്. നമ്മുടെ ഉള്ളിൽ ആ പ്രതിഷ്ഠ, ആ ചൈതന്യം എൻ്റെ ഉള്ളിലുണ്ടെന്ന് ആരും ചിന്തിക്കുന്നില്ല. അന്യഭക്തിയാണ്. അപ്പം ഞാൻ ഈ പ്രസന്റിലിരിക്കുന്ന എന്നിലുള്ളിൽ ഒരു ഈശ്വരൻ ഇരിക്കുന്നുണ്ട്. ആ ഈശ്വരനിലാണ് ഞാൻ ഈ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഉത്തമ ബോധ്യത്തിൽ നമ്മുടെ മനസ്സിങ്ങനെ എവിടൊക്കെയോ ഓടി നടക്കുക.
നമ്മൾ നമ്മളെ വേണ്ട ആ ഡയറക്ഷൻ അല്ല പോകുന്നേ. ഈശ്വരൻ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തുവാ? ഞാൻ ഓരോ നിമിഷവും ഞാൻ ഈ കർമ്മം ചെയ്യുന്നത് ഞാൻ ഈശ്വരൻ ലയിക്കണം. അല്ലാതെ ഇവിടെ നമുക്കുള്ള ചില ഈ കർത്തവ്യകർമ്മങ്ങൾ ചെയ്യുന്നതിൽ കൂടെ ഞാൻ എൻ്റെ കർത്തവ്യകർമ്മത്തിൽ ഞാൻ അച്ഛനും അമ്മയും പരിചരിക്കുന്നു. അച്ഛനും അമ്മയും പരിചരിക്കുന്നതിലൂടെ ഞാൻ എന്താ ചെയ്യുന്നേ? എൻ്റെ കർത്തവ്യകർമ്മത്തിനെ അർപ്പണബുദ്ധിയിൽ ചെയ്യുമ്പോഴേ എൻ്റെ മനസ്സ് ഈശ്വരനിലോട്ട് അടുക്കുക. അല്ലാതെ നമുക്ക് എന്തെങ്കിലും കാര്യം ഇങ്ങനെ ഒരു ദുരിതം വന്നു ചേർന്നല്ലോ, ഞാൻ എന്തോ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വന്നു ചേർന്നതിനെ നമ്മൾ കേഴ്സ് ചെയ്തുകൊണ്ട്, നമുക്ക് ഇഷ്ടമില്ലാത്തതെങ്കിൽ നമ്മൾ വന്നു ചേരും. ഇഷ്ടമുള്ളതോ ഇഷ്ടമില്ലാത്തതോ നമുക്ക് ചില വന്നു ചേരും. അതിന് നമുക്ക് ഫ്രീഡം ഇല്ല. നമുക്ക് ഇഷ്ടമാണെന്നെങ്കിലോ അത് ചെയ്യും, ഇഷ്ടമില്ലാത്തെങ്കിലോ ചെയ്താൽ പറ്റും. നമ്മൾ അതിനെ ശപിച്ചുകൊണ്ട് ചെയ്യും. അപ്പം നമ്മൾ ഈ കർമ്മങ്ങൾ വരുമ്പോൾ ഏത് കർമ്മം ആയിക്കോട്ടെ, നമുക്ക് ഇഷ്ടപ്പെട്ടതോ ഇഷ്ടപ്പെടാത്തതോ, ഇതെൻ്റെ കർമ്മഫലമാണ്, എൻ്റെ കർത്തവ്യമാണ്. ഈ കർത്തവ്യം എന്ന് പറഞ്ഞതാണ് കർമ്മഫലം. ഞാൻ ഇങ്ങനെ ചെയ്യാൻ ബാധ്യസ്ഥനായിട്ട് എനിക്ക് വന്നിരിക്കുക, സാഹചര്യം വന്നു, ഞാൻ ഒഴിഞ്ഞു മാറിയാലോ? ഇതൊക്കെ നമ്മുടെ ഈശ്വരൻ നിന്ന് അകലുക. നമ്മുടെ ജീവിത ലക്ഷ്യം എന്തുവാ? ഈശ്വരനിലോട്ട് പോകുക എന്നുള്ളതാണ്. ഈ ലക്ഷ്യം നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മുടെ ജീവിത ലക്ഷ്യം അറിയുന്നത്. അല്ലെങ്കിലോ ഇങ്ങനെയൊക്കെ അങ്ങ് പോകണം, സ്വസ്ഥമായിട്ട് അധികം കഷ്ടപ്പെടാതെ ഇവിടുന്ന് അങ്ങ് പോകണം, ഇതാ എൻ്റെ ജീവിത ലക്ഷ്യം നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ അല്ലെങ്കിൽ ഞാൻ തിരിച്ച് ഈ ദുരിത ജീവിതത്തിലോട്ട് വരാൻ പോന്നേ. നമ്മൾ ഇത്രയും ദുരിതം അനുഭവിക്കുന്നു. നമ്മൾ ആഗ്രഹം എന്തുവാ? എനിക്ക് സ്വസ്ഥതയിലോട്ട് പോകണം. ഇതൊന്നും മതി ദുരിതം, എങ്ങനെയെങ്കിലും പോയാൽ മതി. ഞാൻ ഈ മനസ്സിന്റെ ചിന്താഗതിയാണെങ്കിൽ ഈ ദുരിതത്തിലോട്ട് തന്നെ ഞാൻ ജനിച്ചുകൊണ്ടിരിക്കും. അതേ സമയത്ത് ഇത് എൻ്റെ കർമ്മഫലം, ഇത് ഞാൻ ഞാൻ ഈശ്വരനിൽ ഇരുന്നുകൊണ്ട് വേണ്ടാത്ത പ്രവർത്തനം ചെയ്ത് കൂട്ടി കർമ്മഫലം ഉണ്ടായി. ഇപ്പൊ ഈശ്വരൻ ഇരുന്നുകൊണ്ട് ഞാൻ ഇതിനെ സമർപ്പണ ബുദ്ധി ചെയ്ത് ഞാൻ കർമ്മഫലത്തിനെ കുറയ്ക്കണം. പിന്നെ കർമ്മങ്ങളത്തെ കുറച്ച് വന്ന് ഞാൻ ഈശ്വരനിലോട്ട് ലയിക്കും. എൻ്റെ മനസ്സ് ഈശ്വരനിലോട്ട് ലയിക്കും, സ്ഥിരമായ ശാന്തിയിലോട്ട് ഞാൻ പോകും. അപ്പം നമ്മുടെ ജീവിത ലക്ഷ്യം ഇതാ. അല്ലാതെ ചില കർത്തവ്യ കർമ്മങ്ങൾ അതിനു വേണ്ടി ജനിച്ചതല്ല ഞാൻ. അതിൽ കൂടെ എൻ്റെ കർമ്മഫലത്തിൽ കൂടെ ഞാൻ ഉയരണം. ഈ മനുഷ്യന്മ കിട്ടിയേക്കുന്ന അതിനാ. അപ്പം കർമ്മയോഗയുടെ ശ്രദ്ധ മുഴുവനും ചെയ്യുന്ന കർമ്മത്തിലായിരിക്കണം. രണ്ടാമത്തെ, ഫലത്തിനെ കുറിച്ച് ഉത്കണ്ഠപ്പെടരുത്. ഇത് ഇങ്ങനെ ശരിയാവണം, നമുക്ക് അതിനെക്കുറിച്ചുള്ള ആവലാതിയാ. ഇത് ശരിയായില്ലെങ്കിൽ എൻ്റെ ജീവിതം പോയി, ഇത് നടന്നില്ലെങ്കിൽ എന്നെ അവർ വഴക്ക് പറയും. നമ്മളെ അതിനുണ്ടാകുന്ന ഉത്കണ്ഠ എന്തോ ആയി തീരും. നമ്മൾക്ക് ഒരു ഫലം നടന്നുകൊണ്ടേയിരിക്കും. കർമ്മം വിധിച്ചത് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അതിന് അക്സെപ്റ്റൻസ് ചെയ്യാൻ പഠിക്കണം. വരുന്ന സിറ്റുവേഷനെ അക്സെപ്റ്റ് ചെയ്യുക, ഫുൾ എഫർട്ട് ഇടുക, വരുന്നതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഇതൊരു ശീലമാവണം. ഞാൻ എൻ്റെ ഫുൾ എഫർട്ട് ഇടും, വരുന്നത് എന്തിനേയും ഞാൻ പ്രസാദ ബുദ്ധിയിൽ സ്വീകരിക്കും. നമുക്ക് അതിനേ ഉള്ളു സ്വാതന്ത്ര്യം. അല്ലാതെ ഇത് കിട്ടിയേ പറ്റൂ. ഒരു കർമ്മം ചെയ്യുന്നത് ആ ഒരു ഫലത്തിന് വേണ്ടിയാ. പക്ഷെ അതിലോട്ട് ആസക്തി ഉണ്ടാവരുത്. ആ ഫലം എനിക്ക് കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു ആസക്തി ആയി കഴിഞ്ഞാൽ നമ്മൾ നശിക്കാൻ ബാധ്യസ്ഥരാ. ആസക്തിയാണ്. അല്ലാതെ ഫലം എനിക്ക് വേണ്ടാന്ന് റിജക്ഷൻ അല്ല ഇവിടെ. ആസക്തി പാടില്ല. കൃഷ്ണൻ പറയുന്ന ആഗ്രഹങ്ങൾ നല്ലത്, ആഗ്രഹം വേണം. കാരണം ആഗ്രഹത്തിന് വേണ്ടിയാണ് നമ്മൾ ജനിച്ചിരിക്കുന്നേ. എനിക്ക് ആ ആഗ്രഹങ്ങളൊന്നും വേണ്ടെന്നുള്ളത് സന്യസിക്കാൻ പോകാൻ ഒക്കത്തില്ല. ആഗ്രഹത്തിലോട്ട് ആസക്തി, അയ്യോ എനിക്ക് കിട്ടിയേ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഒക്കത്തില്ല, ജീവിതം പോയി, ഇങ്ങനെയൊക്കെ വിചാരിച്ച് ആസക്തി ഉണ്ടാവരുത്. അതാ ഫലത്തിനെ കുറിച്ച് ഉത്കണ്ഠപ്പെടരുത്. ഒരു നിശ്ചിത ഫലം ഉദ്ദേശിച്ച അവർ കർമ്മം ചെയ്യുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ എഫർട്ട് ഇടുന്നു, അതിന്റെ ഫലം വരും. ഇപ്പൊ കിട്ടിയിരിക്കണം. നമ്മൾ അതുകൊണ്ടല്ലേ ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോഴേ അയാൾ എന്നോട് വിധേയനായിരിക്കണം നമ്മളങ്ങ് സങ്കല്പിക്കുക. നമുക്ക് ഫലം അവിടെ നിന്നല്ല കിട്ടുന്നത്, പക്ഷെ നമ്മൾ അവിടുന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുണ്ടാവരുത്. ഒരു നിശ്ചിത ഫലം ഉദ്ദേശിച്ച് അവർ ദാനം ചെയ്യുന്നു. നമ്മൾ എന്തിനാ ദാനം ചെയ്യുന്നേ? ദാനമൊക്കെ ചെയ്യണം. നമ്മളിങ്ങനെ അല്ലെങ്കിൽ ദോഷമാണ്, പുണ്യം ചേർക്കണം. പൈസ കൊടുക്കാൻ മനസ്സില്ല, കൊടുക്കണം, അത് ദാനമാവത്തില്ല. നമ്മൾ പൂർണ്ണ അതാ പറഞ്ഞത്, ഇതിനെയൊക്കെ സത്യത്തിലും തിരിച്ചറിഞ്ഞാലേ നമ്മുടെ ഓരോ കർമ്മത്തിനെയും നമുക്ക് ശുദ്ധീകരിക്കാൻ സാധിക്കത്തുള്ളൂ. അതാ നിശ്ചിത ഫലം ഉദ്ദേശിച്ചാണ് കർമ്മം ചെയ്യുന്നത്. കർമ്മ വിമുഖനാകാനും പാടില്ല. ഞാൻ എന്തോ ചെയ്ത് നമുക്ക് പലതും ഇങ്ങനെ നിരാശ വരും. ഞാൻ എന്തോ ചെയ്താലും എനിക്കില്ല, ഞാനിന്ന് വിട്ടു, ഞാൻ ഇതിനെ വിട്ടു, ഇനി എനിക്ക് എങ്ങനെ വരുന്ന പോലെ വരട്ടെ എന്നും പറഞ്ഞ് നമ്മൾ ഇതിനകത്ത് നിന്ന് പിന്നോക്കം മാറും.
നമ്മൾ ഒരു റെസ്പോൺസിബിൾ പേടിയും ഭയവും ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ വേണ്ട ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്നെ കൊണ്ട് തീർക്കാനൊക്കത്തില്ല, ഞാൻ എടുക്കത്തില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഈ 4 ഘടകങ്ങൾ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം. ഇത് നമ്മൾ ഈ കർമ്മം ഞാൻ കർമ്മം ചെയ്യുന്നതിൻ്റെ ടെക്നിക്ക് നമ്മൾ മനസ്സിലാക്കിയാൽ എൻ്റെ ദുരിതങ്ങൾ കുറയും. നമ്മൾ ഈ കർമ്മം ചെയ്ത് കൂട്ടെങ്കിൽ കർമ്മയോഗത്തിൽ ചെയ്യണം. കർമ്മത്തിൽ ചെയ്യുക എൻ്റെ വികാരത്തിൽ ചെയ്യുകയാണ്. വികാരം പറഞ്ഞാൽ നമ്മൾ ഇതിനെല്ലാം വേണ്ടാത്തതൊക്കെ വരുത്തി വെക്കും. അപ്പോൾ ഈ വികാരത്തിൽ ചെയ്യാതെ വിവേകബുദ്ധിയിൽ, ഈ വിവേകബുദ്ധി കിട്ടണമെങ്കിൽ എങ്ങനെയാ? വികാരങ്ങളെ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കണം. വികാരങ്ങൾ മാനേജ് ചെയ്യുമ്പോൾ വിവേകം പ്രത്യക്ഷപ്പെടും. നമ്മൾ വികാരം തള്ളിച്ചേരുന്നാലോ ഇതിന് പ്രത്യക്ഷപ്പെടാൻ പറ്റത്തില്ല. വേണ്ടാത്തതെല്ലാം ചെയ്തു കൂട്ടും, പിന്നെ ദുഃഖിക്കും. ഞാൻ എന്നെ ചെയ്ത കാര്യങ്ങൾ എന്തിനാ എനിക്കങ്ങനെ, എന്തുകൊണ്ടോ എനിക്കങ്ങനെ തോന്നി, എൻ്റെ ദൈവമേ എൻ്റെ വിധിയാണല്ലോ ഇത്. പിന്നെ വിധിയെ പഴിക്കും. ഈശ്വര എനിക്ക് വന്നു ചേരുന്ന വിധി, നമ്മൾ തന്നെ ഓരോന്ന് ചെയ്തു കൂട്ടിയിട്ട് നമ്മൾ പിന്നെ വിധിയെ പഴിക്കും. എൻ്റെ വിധി ഇതാ. അപ്പം ഇത് തിരിച്ചും ഈ എല്ലാവരും ഇത് ഈ കർമ്മ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എല്ലാവരും വായിച്ചായിരുന്നു പല ആവർത്തി. ഈ വായിക്കുന്നത് നമ്മൾ ചുമ്മാതെ വായിച്ചു പോകരുത്. ഓരോ സെന്റൻസും വായിച്ച് അതെന്താണെന്ന് പറയുന്നത് ചിന്തിച്ചേ വായിക്കാം. നമ്മളൊരു നോവൽ വായിക്കുന്ന പോലോ ഒരു ബുക്ക് വായിക്കുന്ന, ഒരു കഥപുസ്തകം അങ്ങനൊന്നും വായിക്കരുത്. നമ്മൾ ഓരോ എന്താ പറഞ്ഞേക്കുന്നുള്ള ശരിക്കും ചിന്തിച്ച് ഓരോ ലൈനിൽ കൂടെ നമ്മൾ പോകണം. അപ്പം നമുക്ക് കൂടുതൽ വ്യക്തമാവും. നമ്മൾ ചിന്തിക്കാതെ ഇതിനെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റത്തില്ല, ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അങ്ങനെ എല്ലാവരും വായിക്കുന്നുണ്ടോ? അതേ നമ്മൾ ഗീത ക്ലാസ് ആകുമ്പോൾ മാത്രം എടുക്കുന്നേ ഉള്ളൂ. ഒത്തിരി ജോലി ഉണ്ടാവും തീർച്ചയായും. പക്ഷേ സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് വേണ്ടാത്ത ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടുന്നുണ്ട്. നമുക്ക് തോന്നുക നമ്മൾ ഭയങ്കര ബിസിയാന്ന്. എത്ര ബിസി ആയിട്ടുള്ളവർക്ക് സമയമുണ്ട്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. എല്ലാവരും വായിക്കുന്നുണ്ടോ? നല്ലപോലെ മനനം ചെയ്യുന്നുണ്ടോ? ലതകുഞ്ഞമ്മേ, ലേഖ ചേച്ചിയോ? ഗീത ചേച്ചിയോ? എപ്പോഴും ഇല്ല, 1-2 പ്രാവശ്യമൊക്കെ വായിക്കും. അല്ല, ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിക്കണം. വേറെ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാതെ ഈ പഠിച്ചതിനെ കുറിച്ച് ആലോചിക്കണം. അത് ശരിയാ. അങ്ങനെ അല്ലാതെ ഇതിന് പ്രത്യേക സമയം കണ്ടെത്തണ്ട. ശരി, നമുക്ക് നാളെ നാളെ നമുക്ക് കാണാം.